സൂരജ്, ഷൈൻ ഇപ്പോൾ വീട്ടിലുണ്ടോ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് 3 മണിക്ക് ഹാജരാകും എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായി കേസ് നടത്താണ്, ഓലപ്പാമ്പിനെ കാണിച്ച് പീഡിപ്പിക്കലേ എന്നൊക്കെ ഷൈൻ്റെ പിതാവ് ഇന്നലെ പറയുന്നത് കേട്ടു. ഷൈൻ വീട്ടിലുണ്ടോ? സൂരജ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ കാസർഗോഡ്. ഹാഷ്മി, എന്തായാലും ഷൈൻ നിലവിൽ തൃശ്ശൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നിരന്തരം ഷൈനുമായി ഈ കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. അത് നേരിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നതെങ്കിൽ പോലും സുഹൃത്തുക്കൾ മുഖാന്തരം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബം നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യം. എന്നാൽ പോലും ഷൈനുമായി നിരന്തരം കോൺടാക്ട് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ഇന്ന് 3 മണിക്ക് തന്നെ എറണാകുളത്ത് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് കുടുംബം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഈ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം ഈ ഷൈൻ്റെ തൃശ്ശൂർ മുണ്ടൂരിലെ വീട്ടിലെത്തി ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾ ആരും തന്നെ ഇപ്പോൾ വീട്ടിലില്ല. അവർ രാവിലെ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കും മറ്റുമായി പോയതാണ്. ഇന്നലെ ദുഃഖവെള്ളി പ്രാർത്ഥനയിൽ പോലും കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ല. അവർ ഇന്നലെ വീട്ടിൽ തന്നെയായിരുന്നു ചിലവഴിച്ചിരുന്നത്. എന്തായാലും ഇന്ന് ഷൈൻ ഹാജരാകാനിരിക്കെ രാവിലെ കുടുംബാംഗങ്ങൾ പള്ളിയിൽ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ആഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 10 വർഷമായി ഷൈനിന് വേണ്ടി കേസ് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ നടപടിയെ അത് വലിയ ഗൗരവത്തിൽ കുടുംബം എടുക്കുന്നില്ല. അതാണ് ഇന്നലെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കുടുംബം ഇത് സംബന്ധിച്ചൊരു നിയമോപദേശവും തേടിയിരുന്നു. കാര്യമായി, അതായത് ഇതിൽ ഭയപ്പെടേണ്ടതില്ല എന്നൊരു നിയമോപദേശമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഷൈൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ കണ്ടെടുക്കുക മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമോപദേശവും അനുകൂലമാണ്. ഈ സാഹചര്യത്തിലാണ് ഷൈനെ പോലീസിന് മുന്നിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിരിക്കുന്നത്. ആഷ്മി.